ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയ വായന സുഹൃത്തെ, താങ്കൾക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് ജൂലൈ 31, ഒന്നാമത്തെ വായനാ ഭാഗം 2 ശമൂവേൽ 17 അധ്യായം. ഇവിടെ അഹീത്തോഫേൽ അബ്ശാലോമിനോട് പറയുകയാണ്, ഞാനൊരു 12,000 പേരെ തിരഞ്ഞെടുത്ത് ഈ രാത്രിയിൽ തന്നെ ദാവീദിനെ പിന്തുടരും. അപ്പോൾ അവർ ക്ഷീണിച്ചും അധൈര്യപ്പെട്ടിരിക്കുകയായിരിക്കും. ഞാൻ അവിടെ ചെന്ന് ആക്രമിച്ച് അവരെ പിടിക്കും, ജനമെല്ലാം ഓടിപ്പോവും. ഞാൻ രാജാവിനെ മാത്രം വെട്ടും. പിന്നെ ഞാൻ സകല ജനത്തെ നിൻ്റെ അടുക്കൽ മടക്കിക്കൊണ്ടുവരും. നീ ആഗ്രഹിക്കും പോലെ എല്ലാവരും മടങ്ങി വരുമ്പോൾ നീ സകല ഇസ്രായേലിനും സകല ജനത്തിനും നിനക്ക് സ്വസ്ഥമായിട്ട് രാജാവായിട്ടിരിക്കാം. ഈ വാക്ക് അബ്ശാലോമിനും ഇസ്രായേൽ മൂപ്പന്മാർക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു. കൊള്ളാം എന്ന് പറഞ്ഞു. പക്ഷേ അബ്ശാലോം അതിനിടയ്ക്ക് ഒരു കാര്യം പറഞ്ഞു, ഹൂശായെ വിളിക്കുക, ഹൂശായുടെ അഭിപ്രായം കൂടെ നോക്കാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഹൂശായി അടുത്ത് വന്നു. അപ്പോൾ ഇങ്ങനെയാണ് അഹീത്തോഫേൽ പറഞ്ഞിരിക്കുന്നതെന്ന് അഹീത്തോഫേലിൻ്റെ ഐഡിയ ഹൂശായിയോട് പറഞ്ഞു. ഹൂശായി പറഞ്ഞു, അഹീത്തോഫേൽ ഈ പ്രാവശ്യം പറഞ്ഞ ആലോചന അത്ര നല്ലതല്ല. നിൻ്റെ അപ്പനും അവൻ്റെ ആളുകളും വീരന്മാരാണ്. അതുപോലെ തന്നെ ഈ കുട്ടികൾ നഷ്ടപ്പെട്ടു പോയ കരടിയെ പോലെ ഉഗ്രമാനസന്മാരുമാണ് എന്ന് നീ അറിയുന്നുണ്ടല്ലോ. മാത്രമല്ല നിൻ്റെ അപ്പൻ യോദ്ധാവാകുന്നു. ജനത്തിൻ്റെ കൂടെ അവൻ എന്തായാലും രാത്രി പാർക്കയില്ല. അവൻ വല്ല ഗുഹയിലോ വല്ല ഒളിച്ചിരിക്കുകയായിരിക്കും. അത് നമുക്ക് കണ്ടുപിടിക്കാനും ഒക്കത്തില്ല. അപ്പം ആ പോക്കിൽ നമ്മുടെ ആളുകൾ പട്ടുപോകുമോ, എന്തെങ്കിലും കുഴപ്പം വന്നാൽ നമ്മളിലൊരു വലിയ സംഹാരം ഉണ്ടായെന്ന് പറയും. സിംഹത്തിൻ്റെ ഹൃദയം പോലെ ഹൃദയമുള്ള ശൂരൻ പോലും അപ്പോഴും അത് കേട്ട് ഉരുകിപ്പോവും. നിൻ്റെ അപ്പൻ വീരനും അവനോട് കൂടെയുള്ളവർ ശൂരന്മാരും എന്ന് എല്ലാ ഇസ്രായേലും അറിയുന്നു. ആകയാൽ ഞാൻ പറയുന്ന ആലോചന എന്തെന്നാൽ, ദാൻ മുതൽ ബേർശേബ വരെ കടൽക്കരയിൽ മണൽ പോലെ അസംഖ്യമായിരിക്കുന്ന ഇസ്രായേലൊക്കെയും നിൻ്റെ അടുക്കൽ ഒന്നിച്ചു കൂടുകയും തിരുമേനി തന്നെ അബ്ശാലോം തന്നെ യുദ്ധത്തിന് എഴുന്നള്ളുകയും വേണം. അവനെ കാണുന്നിടത്ത് നാം അവനെ ആക്രമിച്ച് മഞ്ഞു ഭൂമിയിൽ വീഴുന്നത് പോലെ അവൻ്റെ മേൽ ചാടി വീഴും. പിന്നെ അവനാകട്ടെ അവനോടുകൂടെ എല്ലാവരിലും ഒരുത്തിനു പോലും ആകട്ടെ ശേഷിക്കുകയില്ല. അവൻ പട്ടണത്തിൽ കടന്നുകൂടിയെങ്കിലോ ഇസ്രായേലൊക്കെ ആ പട്ടണത്തിൽ കയറ് കെട്ടി അവിടെ ഒരു ചെറിയ കല്ല് പോലും കാണാതാകും വരം അതിനെ നദിയിൽ വലിച്ചു കളയണം. അപ്പോൾ അബ്ശാലോവും ഇസ്രായേലൊക്കെ പറഞ്ഞു, അഹീത്തോഫേലിൻ്റെ ആലോചനയേക്കാൾ ഹൂശായുടെ ആലോചനയാണ് നല്ലതെന്ന് പറയും. അപ്പോൾ അവിടെ അഹീത്തോഫേലിന് വലിയൊരു ക്ഷീണം സംഭവിച്ചു. അഹീത്തോഫേലിൻ്റെ ആലോചന ഇവിടെ നമ്മൾ ദാവീദ് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, അഹീത്തോഫേലിൻ്റെ ആലോചനയെ വ്യർത്ഥമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അത് വ്യർത്ഥമാക്കുവാൻ ദൈവം നിശ്ചയിച്ചിരിക്കുകയും ചെയ്തു. അതാണ് ഇവിടെ സംഭവിച്ചത്. പക്ഷേ അഹീത്തോഫേലിനെ സംബന്ധിച്ച് അത് വലിയ അപമാനമായിരുന്നു. അഹീത്തോഫേൽ, ഈ അധ്യായത്തിൻ്റെ അവസാനം നമ്മൾ കാണുന്നത്, അഹീത്തോഫേൽ വീട്ടുകാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തി. എന്നുവെച്ചാൽ വീട്ടിൽ പല കാര്യങ്ങളും ക്രമപ്പെടുത്തേണ്ടതുണ്ട്. താൻ മരിച്ചു പോയാൽ അവിടെ ചെയ്യേണ്ട പല കാര്യങ്ങളുണ്ട്, സ്വത്ത് വിവരം മറ്റുമൊക്കെ ആയിരിക്കാം. അതെല്ലാം ക്രമപ്പെടുത്തിയതിന് ശേഷം കെട്ടിഞ്ഞാന്ന് ചത്തു എന്നാണ് നമ്മൾ വായിക്കുന്നത്. തൂങ്ങി മരിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ഇവിടെ അവസാനമാണ് എഴുതിയിരിക്കുന്നതെങ്കിലും ഇവിടെ ഇതിൻ്റെ കൂടെ ചേർത്ത് അങ്ങ് പറഞ്ഞതാണ്. അപ്പോൾ അഹീത്തോഫേലിന് അപമാനം സംഭവിച്ചതിന് അഹീത്തോഫേൽ ചെയ്ത ഒരു കാര്യം, പോയി തൂങ്ങി മരിക്കുകയാണ് ഉണ്ടായത്. ശേഷം ഹൂശായി പുരോഹിതന്മാരായ സാദോക്കിനോടും അബ്യാഥാരിനോടും, ഇതാണ് അഹീത്തോഫേൽ ഇങ്ങൻ്റെ ആലോചന പറഞ്ഞു, ഞാൻ ഇങ്ങൻ്റെ ആലോചന പറഞ്ഞിട്ടുണ്ട്, അത് ഇവിടുന്ന് ആടുകൾ പുറപ്പെട്ടു വരും, അതൊക്കെ നീ ദാവീദിനെ അറിയിക്കണം. അപ്പോൾ ഈ ദാവീദിനെ അറിയിക്കണമെങ്കിൽ ഈ സാദോക്കിൻ്റെയും ഇവർ രണ്ടുപേരുടെയും മക്കൾ, അബ്യാഥാറിൻ്റെയും മക്കൾ, ഓരോരുത്തരും ഓരോ മക്കളും പുത്രന്മാരുണ്ട്. അവരോട് അറിയിക്കണമെങ്കിൽ അവരിതുവരെയും പട്ടണത്തിലെത്തിയിട്ടില്ല. അവർ പട്ടണത്തിൽ കടക്കാതെ ഒളിച്ചോട്ട് നിൽക്കുകയാണ്. ഒരു സ്ത്രീ വഴിയാണ്, ഒരു ജോലിക്കാരി വഴിയാണ് ഈ വിവരം അവിടെ പോയി പറയുന്നത്. ഒരു വേലക്കാരത്തിൽ നിന്ന് അവരെ അറിയിക്കും. അപ്പോൾ ഇപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അബ്യാഥാറും സാദോക്കും നേരെ തൻ്റെ മക്കളോട് പറയുകയല്ല, വീണ്ടും ഒരു ആളിനെയും കൂടി ഇടയ്ക്ക് വെച്ചിട്ടാണ് ഇത് പോയി പറയുന്നത്. അപ്പം പെട്ടെന്ന് പിടിക്കപ്പെടുകയില്ല എന്നുള്ളതാണ് എൻ്റെ രഹസ്യം. അപ്പോൾ വേലക്കാരത്തിൽ നിന്ന് അവിടെ അറിയിക്കുകയും ചെയ്തു. എന്നാൽ ഇതൊരാൾ കണ്ടിട്ട് അബ്ശാലോമിനാണ് അറിവ് കൊടുത്തു പോയി. അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ട് ഈ യോനാഥാനും അഹീമാസും ഓടിപ്പോയി ഒരാളുടെ വീട്ടിൽ കയറി.
അവിടെ ഒരു കിണറുണ്ടായിരുന്നു. ആ കിണറിൽ അതിനകത്ത് ഇറങ്ങി വീട്ടുകാരെത്തി ഒരു മൂടി വരി എടുത്ത് കിണറ്റിൻ്റെ വായിൻ്റെ മേളിൽ വെച്ചിട്ട് അതിൽ ഗോതമ്പ് ഇട്ട് ഉണക്കായിട്ടു. അപ്പോൾ അവിടെ അങ്ങനത്തെ കാര്യം ഉള്ളതായതായിട്ട് അവരറിഞ്ഞില്ല. അബ്ശാലോമിൻ്റെ ഭൃത്യന്മാർ വന്ന് സ്ത്രീയുടെ വീട്ടിൽ വന്നു. അഹീമാസും യോനാഥാനും എവിടെയാണെന്ന് ചോദിച്ചതിന് അവർ നീർത്തോട് കടന്നുപോയി എന്ന് സ്ത്രീ പറഞ്ഞു. അവർ അന്വേഷിച്ചിട്ട് കാണുകയാൽ യെരൂശലേമിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു. അവർ തിരിച്ചു പോയതിന് ശേഷം അവർ രണ്ടുപേരും കിണറ്റിൽ നിന്ന് കയറ്റുകയും അവർ പോയി ദാവീദ് രാജാവിനെ വിവരം അറിയിക്കുകയും ചെയ്തു. അപ്പോൾ ഇതിന് ഭയങ്കര റിസ്ക് ഉണ്ട് ഈ കാര്യം അറിയിക്കുന്നതിന്. അപ്പോൾ ഇത്രയും കൃത്യമായിട്ട് ഹൂശായി വിവരം അഹീത്തോഫേലിനെയും ഈ രണ്ട് പുരോഹിതന്മാരെ അറിയിക്കുന്നുണ്ട്. അവരവരുടെ മക്കളെ അറിയിക്കുന്നതിന് ഇടയ്ക്കൊരു സ്ത്രീയെ വെച്ചിട്ടുണ്ട്. ആ മക്കളാണ് ആ സ്ത്രീ പറയുന്നതനുസരിച്ച് ദാവീദിൻ്റെ അടുത്ത് പറയുന്നത്. അപ്പോൾ ഇത്രയും കടമ്പകൾ കടന്നിട്ടായിട്ട് പോലും ഇവിടെ ഇത് രഹസ്യം ചോർന്നു പോവുകയാണ്. അവിടെ പോയി പറഞ്ഞു. അപ്പോൾ അവിടുന്ന് യോർദാൻ ജനമൊക്കെയും ദാവീദും കൂടെയുള്ള ജനമൊക്കെയും എഴുന്നേറ്റ് യോർദാൻ കടന്ന് നേരം വെളുത്തപ്പോഴത്തേക്ക് അവിടെ ഒരാൾ പോലും ശേഷിക്കാതെ അവർ യോർദാൻ കടന്ന് രക്ഷപ്പെടുകയും ചെയ്തു. ഇത് ദൈവത്തിൻ്റെ കൈ ദാവീദിൻ്റെ കൂടെ, ദൈവത്തിൻ്റെ സഹായം ദാവീദിൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളതിനുള്ള നമുക്കൊരു തെളിവാണ്. ദൈവത്തോട് ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന അതുപോലെ തന്നെ ദൈവം തൻ്റെ തീരുമാനമായിട്ട് നടപ്പാക്കിക്കൊണ്ട് ദാവീദിനെ രക്ഷിക്കാൻ. അതാണ് നമ്മൾ ഇന്ന് കാണുന്നത്, ഇന്നത്തെ വായനാഭാഗത്തിൽ കാണുന്നത്. രണ്ടാമത്തെ വായനാഭാഗം യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 21-ാമത്തെ അധ്യായം. ഇവിടെ സിദെക്കീയ രാജാവ് രണ്ടുപേരെ യിരെമ്യാ പ്രവാചകൻ്റെ അടുക്കലേക്ക് പറഞ്ഞയക്കുകയാണ്. ഒന്ന് മൽക്കിയാവിൻ്റെ മകനായ പശൂരിനെയും മയസേവൻ്റെ മകനായ സെഫന്യാ പുരോഹിതനെയും. അപ്പോൾ അവിടെ ആവശ്യം ഇതാണ്: ബാബേൽ രാജാവ് നെബൂഖദ്നേസർ ഞങ്ങളുടെ യുദ്ധം ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഇതാണ് ആവശ്യം. ഇതിനു മുമ്പും പല പ്രാവശ്യവും ഇത്തരം ആവശ്യങ്ങൾ ഉണ്ടായാൽ തന്നെ അതെന്ത് ചെയ്യണം എന്നുള്ളതിന് കൃത്യമായി യിരെമ്യാവിന് ദൈവത്തിൻ്റെ നിർദ്ദേശം കിട്ടിയിട്ടുണ്ട്. യിരെമ്യാവ് ദൈവത്തിൻ്റെ അരുളപ്പാട് ലഭിച്ചിട്ട് പറഞ്ഞത്, നിങ്ങൾ സിദെക്കീയാവോട് പോയി എന്തോ പറയണം: ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, മതിലുകൾക്ക് പുറമെ നിങ്ങളെ നിരോധിച്ചിരിക്കുന്ന ബാബേൽ രാജാവിനോടും കൽദയരോടും യുദ്ധം ചെയ്യുവാൻ നിങ്ങളുടെ കയ്യിൽ പിടിച്ചിരിക്കുന്ന ആയുധങ്ങളെ ഞാൻ മടക്കിച്ച് ഈ നഗരത്തിൻ്റെ നടുവിൽ കൂട്ടും. ഞാൻ തന്നെയും നീട്ടിയ കൈകൊണ്ടും ബലമുള്ള ഭുജം കൊണ്ടും കോപത്തോടും ക്രോധത്തോടും അത്യുഗ്രതയോടും കൂടി നിങ്ങളോട് യുദ്ധം ചെയ്യും. ആര്? കൽദയ രാജാവായ നെബൂഖദ്നേസറല്ല, ഞാൻ തന്നെ നിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യുമെന്നാണ്. ഈ നെബൂഖദ്നേസറിനെ കൂട്ടിക്കൊണ്ട് വന്നതും യഹോവയായ ദൈവം തന്നെയാണ്. യുദ്ധം ചെയ്യുന്നതും ദൈവം തന്നെയാണ്. ദൈവമാണ് യഹൂദ ജനത്തോട്, യെരൂശലേം ജനത്തോട് യുദ്ധം ചെയ്യുന്നതെങ്കിൽ പിന്നെ എങ്ങനെ അവർ ഈ യുദ്ധത്തിൽ ജയിക്കും? സിദെക്കീയാവിന് ജയിക്കാനൊക്കത്തില്ല. കൃത്യമായി പറയാണ്, ഞാനാണ് നിന്നോട് യുദ്ധം ചെയ്യുന്നത്. അപ്പോൾ അവിടെയെങ്കിലും മനസ്സിലാക്കണം, ദൈവമാണ് യുദ്ധം ചെയ്യുന്നതെങ്കിൽ പിന്നെ ഞാൻ ഈ യുദ്ധത്തിന് പുറപ്പെടേണ്ട, ഞാൻ കീഴടങ്ങുന്നതാണ് നല്ലത്, ഞാനെങ്കിൽ മടങ്ങി പോരുന്നതാണ് നല്ലതെന്ന് സിദെക്കീയാവിനും ആൾക്കാർക്കും തോന്നേണ്ടതാണ്. പക്ഷേ അത് തോന്നിയില്ല. ഈ നഗരത്തിൽ വസിക്കുന്ന മനുഷ്യരെയും മൃഗങ്ങളെയും ഞാൻ സംഹരിക്കും, അവർ മഹാമാരിയാൽ മരിക്കും. അതിൻ്റെ ശേഷം യഹൂദ രാജാവ് സിദെക്കീയാവെയും അവൻ്റെ ഭൃത്യന്മാരെയും ജനത്തെയും ഈ നഗരത്തിൽ മഹാമാരി, വാള്, ക്ഷാമം എന്നിവയ്ക്ക് തെറ്റിയൊഴിഞ്ഞവരെ തന്നെ ഞാൻ ബാബേൽ രാജാവായ നെബൂഖദ്നേസറിൻ്റെ കയ്യിലും അവരുടെ ശത്രുക്കളുടെ കയ്യിലും അവർക്ക് പ്രാണഹാനി വരുത്താൻ നോക്കുന്നവരുടെ കയ്യിൽ ഏൽപ്പിക്കും. ഞാൻ അവരോട് ക്ഷമയോ കനിവോ കരുണയോ കാണിക്കാതെ അവരെ വാളിൻ്റെ വായ്ത്തല കൊണ്ട് സംഹരിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ ജീവൻ്റെ വഴിയും മരണത്തിൻ്റെ വഴിയും നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നു. ഈ നഗരത്തിൽ പാർക്കുന്നവൻ വാൾ കൊണ്ടും ക്ഷാമം കൊണ്ടും മഹാമാരി കൊണ്ട് കരിക്കും. എന്നിട്ട് വളരെ വളരെ രക്ഷയിലേക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിടുതലിന് വേണ്ടി ഒരു കാര്യം, ഞാനൊരു ഓപ്ഷൻ പറയാമെന്ന് പറഞ്ഞിട്ട് അവിടെ ദൈവം പറയാം, എന്നാൽ നിങ്ങളെ നിരോധിച്ചിരിക്കുന്ന കൽദയരുടെ പക്ഷം ചെന്ന് ചേരുന്നവനോ ജീവനോടിരിക്കും, അവൻ്റെ ജീവൻ അവന് കൊള്ള കിട്ടിയതുപോലെ ഇരിക്കും. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യണം? നിങ്ങൾക്കെതിരെ വന്നിരിക്കുന്ന ഈ കൽദയരുടെ അടുത്ത് നിങ്ങൾ ചെന്ന് അവരോട് കൂടെ ചേരണം, അവർക്ക് കീഴടങ്ങിയിരിക്കണം, അവർക്ക് കീഴടങ്ങണം. അങ്ങനെ അവർക്ക് കീഴടങ്ങിയിരുന്നാൽ അവരുടെ ജീവൻ അവന് കൊള്ള കിട്ടിയതുപോലെ ഇരിക്കും, അവൻ മരിക്കത്തില്ല. അപ്പോൾ അവിടെയും ദൈവം വീണ്ടും അവർക്ക് രക്ഷപ്പെടുവാൻ ഒരു വഴി കൊടുക്കുകയാണ്. അവർ അതും ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മൾ പിന്നെ മുമ്പോട്ട് കാണുന്നത്. ഞാൻ എൻ്റെ മുഖം ഈ നഗരത്തിന് നേരെ നന്മയ്ക്കല്ല തിന്മയ്ക്കെതിരെ വെച്ചിരിക്കുന്നു. അതിനെ ബാബേൽ രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും, അവനതിനെ തീവച്ച് ചുട്ടുകളയും.
തീവച്ച് ചുട്ടുകളെയും സംഭവിക്കുന്നുണ്ട്. ഇടിച്ചു പോകുന്നതും യെരൂശലേം ദേവാലയം തീവച്ച് ചുട്ടുകളയുന്നതും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. യഹൂദ രാജഗ്രഹത്തോട് നീ പറയേണ്ടത്, യഹോവയുടെ വചനം കേൾപ്പിൻ. ദാവീദ് ഗ്രഹമേ, യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിന്റെ പ്രവൃത്തികളുടെ ദോഷം നിമിത്തം എൻ്റെ ക്രോധം തീ പോലെ പാളി ആർക്കും കെടുത്തുകൂടാതെ വണ്ണം കത്താതെ ഇരിക്കേണ്ടതിന് നിങ്ങൾ ദിവസം തോറും ന്യായം പാലിക്കുകയും കവർച്ചയായി ഭവിച്ചവൻ്റെ പീഡകൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കുകയും ചെയ്യുവിൻ. അപ്പോൾ ആളുകളോട് അവർ ചെയ്ത ദ്രോഹങ്ങളാണ്. താഴ്വരയിലും സമഭൂമിയിലെ പാറയിലും പാർക്കുകയും ആർ ഞങ്ങളുടെ നേരെ വരും, ആർ ഞങ്ങളുടെ പാർപ്പിടങ്ങൾ കിടക്കും എന്ന് പറയുകയും ചെയ്യുന്നവരെ ഞാൻ നിങ്ങൾക്ക് വിരോധമായിരിക്കുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ നിങ്ങളുടെ പ്രവൃത്തികളുടെ ഫലത്തിന് തക്കവണ്ണം ഞാൻ നിങ്ങളെ സന്ദർശിക്കും. ഞാൻ അവളുടെ കാട്ടിന് തീ വയ്ക്കും, അത് അവളുടെ ചുറ്റുമുള്ള സകലത്തെയും ദഹിച്ചു കളയും. അവളെന്ന് പറയുന്നത് യെരൂശലേമിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ യഹൂദയെക്കുറിച്ചാണ്. യെരൂശലേമിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. തീ വെച്ചിട്ട് അവളെ ഞാൻ തീ ചുട്ടുകളയും, അവളെയും അവളുടെ ചുറ്റുമുള്ള എല്ലാത്തിനും തീ വെച്ച് ചുട്ടുകളയും എന്ന് പറയാം. അപ്പോൾ ഇവിടെ നമ്മൾ കാണാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളാണ് നേരത്തെ പറഞ്ഞത്. ഇതൊക്കെ അവന് വേണമെങ്കിൽ രക്ഷപ്പെട്ട് പോകാം, അതിനുള്ള വഴിയും ദൈവം ഇവിടെ കൊടുക്കുന്നു. കൽദയർക്ക് കീഴടങ്ങിയിരുന്നാൽ മതി. കൽദയരുടെ യുദ്ധം ചെയ്യാൻ പോകരുത്, കൽദയരെ എതിരിടാൻ പോകരുത്. അതിന് പകരം കൽദയർക്ക് കീഴടങ്ങുക. അതാണ് ദൈവം ഇവിടെയും ഒരു വഴി തുറന്നു കൊടുക്കുകയാണ്. ശിക്ഷയുടെ ഭാഗമായിട്ടാണ് കൽദയർ ഇവിടെ വരുന്നത്. കൽദയർ ബാബേൽ രാജാവ് നെബൂഖദ്നേസറൊക്കെ ദൈവത്താൽ അയക്കപ്പെട്ടിട്ടാണ് ഇപ്പം ഇവർക്കെതിരെ വന്നിരിക്കുന്നത്. പക്ഷെ അവിടെയും ഒരു രക്ഷയുടെ ഒരു വാതിൽ ദൈവം തുറന്നു വച്ചിരിക്കുന്നു എന്നുള്ളത്, ഈ ദൈവത്തെ നമ്മൾ എങ്ങനെയാണ് മഹത്വപ്പെടുത്തേണ്ടത്, എങ്ങനെയാണ് നന്ദി പറയേണ്ടത്, എങ്ങനെയാണ് ഈ ദൈവത്തെ വർണ്ണിക്കുക? നമ്മുടെ നാക്കൊണ്ടൊന്നും വർണ്ണിച്ചാൽ തീരും. ഞാനിപ്പോൾ ദൈവത്തെ ഒന്ന് വർണ്ണിക്കാൻ വേണ്ടി ഞാൻ തുടങ്ങിയിട്ട് എന്നെ കൊണ്ടത് കഴിയുന്നില്ല. അത്ര വർണ്ണനകൾക്ക് അതീതനായ ദൈവമാണ്. ശിക്ഷ കൊടുക്കുന്നതിനിടയിൽ പോലും ഒരു വിടുതലിൻ്റെ വാതിൽ തുറന്നു കൊടുക്കുന്ന ദൈവം. ഇങ്ങനെ ഒരു മനുഷ്യനിങ്ങനെ തോന്നും, എന്നെങ്കിലും ഒരു മനുഷ്യന് തോന്നത്തില്ല, പക്ഷെ ദൈവത്തിന് തോന്നും. അത് ദൈവമാണെങ്കിൽ തോന്നും. അത് നമ്മുടെ യഹോവയായ ദൈവം, ജീവനുള്ള ദൈവം, ആ ദൈവത്തിന് മാത്രം തോന്നുന്നതാണ് ഈ കാര്യം. ആ ദൈവം രണ്ടല്ല, മൂന്നല്ല, ഒരൊറ്റ ദൈവം, ഏക സത്യദൈവം. യേശുക്രിസ്തു പോലും പറഞ്ഞു, ഏകസത്യ ദൈവമായ നിന്നെയും എന്ന് യോഹന്നാൻ 17 പറയുന്നുണ്ട്. ഏകസത്യ ദൈവം എന്ന് യേശുക്രിസ്തു പറയുന്നുണ്ട്. അങ്ങനെ ഒരു ദൈവമേ ഉള്ളൂ എന്ന് ഉറയ്ക്കുവാൻ നമ്മൾ തീരുമാനിക്കണം. ലോകത്ത് പല ആശയങ്ങളുമൊക്കെ കേൾക്കും, പല TV പ്രഭാഷണങ്ങൾ കേൾക്കും, ചില യൂട്യൂബ് ചാനലിൽ ദൈവത്തിനെതിരായും ഒരു ദൈവമില്ല എന്നൊക്കെ പറയും. മതങ്ങളെ സംബന്ധിച്ചൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ ശരി തന്നെ. മതം മനുഷ്യനുണ്ടാക്കിയതാണ് മതം. ക്രിസ്തു മതമെന്ന് ലോകം പറഞ്ഞതാണ്. ദൈവമോ യേശുക്രിസ്തുവോ ഒന്നും ഈ മതത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. ഇതൊരു മതമല്ല. ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന ഒരു മതമല്ല. ക്രിസ്തു മതമില്ല, അത് ലോകമാണ്. അങ്ങനത്തെ എല്ലാ മതമായപ്പോൾ ഇതിനെയും മതമാക്കി ചാർത്തിക്കൊടുത്ത പേരാണ് ക്രിസ്തു മതം. ഒരു മതവും സ്ഥാപിക്കാനല്ല യേശു ക്രിസ്തു ഇവിടെ വന്നത്. ഒരു മതത്തിൻ്റെ സ്ഥാപകനുമല്ല, മറിച്ച് ഏകസത്യദേവായ യഹോവ തൻ്റെ ഏകജാതനായ യേശുക്രിസ്തു മുഖാന്തരം സകല ലോകത്തിനും, ഇവിടെ നമ്മൾ കാണുന്ന ഹിന്ദു ആയാലും മുസ്ലിം ആയാലും പാഴ്സി ആയാലും ഈഴവനായാലും നായരായാലും പുലയനായാലും പറയനായാലും ഏത് ജാതിക്കും ഏത് മതമെന്ന് പറഞ്ഞ് പേര് നടക്കുന്നവനും സകല മനുഷ്യർക്കും രക്ഷയ്ക്കായി കൊടുത്തിരിക്കുന്ന നാമമാണ് യേശുക്രിസ്തു. സകല മനുഷ്യർക്കും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മതം എങ്ങനെ വരും? മതമെന്ന് പറയുന്നത് പല മതങ്ങൾ, പല ജനക്കൂട്ടങ്ങളുടേതാണ് മതം. ഒരു ജനക്കൂട്ടത്തിന് ഒരു മതം, വേറൊരു ജനക്കൂട്ടത്തിന് വേറൊരു മതം. ഇത് സകല ജനത്തിൻ്റെയും, സകല ഭൂമിയിലെ സകല മനുഷ്യർക്കും ഉള്ള ഒരു രക്ഷകനായ യേശുക്രിസ്തുവിനെ കൊടുത്ത സകല മനുഷ്യരുടെയും ദൈവമായിരിക്കും ദൈവം എങ്ങനെയാണ് മതത്തിൻ്റെ സ്ഥാപനമാകുന്നത്? രാഷ്ട്രീയ പാർട്ടികളെ പോലെ ദൈവത്തിന് ഒരു ഇതുണ്ടാക്കാൻ പറ്റുമോ? രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കുന്നതിനെയും രാഷ്ട്രത്തെയും ഈ കാണുന്ന എല്ലാത്തിനെയും സൃഷ്ടിച്ച ദൈവം ഏത് മതത്തിൻ്റെ ആളാണ്? ഒരു മതത്തിൻ്റെ ആളല്ല, ദൈവമാണ്. ഞാനതാ പറഞ്ഞത്, ദൈവത്തെ കാണേണ്ട പോലെ കാണണം. നമ്മുടെ ഉൾക്കണ്ണുകൾ കൊണ്ട്, ഹൃദയം കൊണ്ട് നമ്മൾ അറിയണം ഈ ദൈവം ദൈവമാണ് എന്നുള്ളത്. മൂന്നാമത്തെ വായനാഭാഗത്തിൽ നിന്ന് ഇന്ന് നമുക്ക് മൂന്നാമത്തെ വായനാഭാഗത്തിൽ റോമർക്ക് എഴുതിയ ലേഖനം 7-8 അധ്യായങ്ങളാണ്. അപ്പോൾ ഇവിടെ ഇന്ന് യേശുക്രിസ്തു കഴിഞ്ഞ് ഉയർപ്പെല്ലാം കഴിഞ്ഞ് 1-ാം നൂറ്റാണ്ട് വളരെ സംഘർഷമായ ഒരു കാലഘട്ടത്തിലാണ്. അതിന് കാരണം മറ്റൊന്നല്ല, യേശുക്രിസ്തു ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനാണ്. അതുപോലെ
ശൗലും ന്യായപ്രമാണത്തിൻ്റെ കീഴിൽ ജനിച്ചവനാണ്. എന്നാൽ ന്യായപ്രമാണത്തിൻ്റെ ചില കൽപ്പനകളെ സംബന്ധിച്ച് യേശുക്രിസ്തു ശബത്തിനെ സംബന്ധിച്ചൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ജനത്തിന് ദൈവദൂഷകനായി, ദൈവനിന്ദകനായി, ദൈവവിരോധിയായി യേശുക്രിസ്തുവിനെ മാറ്റി. അങ്ങനെയാണ് ജനവും പൗരോഹിത്യ വൃന്ദവുമൊക്കെ യേശുക്രിസ്തുവിന് എതിരാകുന്നത്. അപ്പോൾ അത് യേശുക്രിസ്തു അത് പറയുമ്പോൾ ദൈവത്തിന് കീഴ്പ്പെട്ടവനായിട്ടല്ലാതല്ല, ദൈവത്തിന് കീഴ്പ്പെട്ടുകൊണ്ട് തന്നെ ദൈവം പറയേണ്ട കാര്യങ്ങളാണ് യേശുക്രിസ്തു പറയുന്നത്. പക്ഷെ അത് ജനത്തിന് മനസ്സിലാകുന്നില്ല. ഇന്ന് പൗലോസ് അപ്പോസ്തലനും പറഞ്ഞതുപോലെ തന്നെ ന്യായപ്രമാണത്തിന് കീഴിൽ ജനിക്കുകയും ഈ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയിലല്ല കാര്യം. അബ്രഹാം ന്യായപ്രമാണത്താലല്ല രക്ഷിക്കപ്പെട്ടത്, വിശ്വാസത്താലാണ്. അങ്ങനെ ദൈവത്തിലും ക്രിസ്തുവിലുമുള്ള വിശ്വാസത്താൽ നിങ്ങൾ രക്ഷിക്കപ്പെടണം. ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി ചെയ്യുന്നവൻ 100% ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി ചെയ്യാൻ വിധിക്കപ്പെട്ടവനാണ്. അവന് 100% ന്യായപ്രമാണം പാലിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ദൈവം വെച്ച പുതിയ വ്യവസ്ഥയെ സംബന്ധിച്ചാണ് ഇവിടെ പറയുന്നത്. ന്യായപ്രമാണത്തിലെ കൽപ്പനകൾ അല്ലെങ്കിൽ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളല്ല നിങ്ങൾ അന്വേഷിക്കേണ്ടത്. നിങ്ങൾ വിശ്വാസത്താൽ രക്ഷിക്കപ്പെടുവാൻ തക്കണം, വിശ്വാസത്തിലേക്ക് തിരികെ വരണം. നിങ്ങൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കണമെന്ന് തന്നെയാണ്. അത്യുന്നതനായ ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കണം എന്ന് തന്നെയാണ് അവിടെ പറയുന്നത്. അതിൻ്റെ 7-ാം വാക്യത്തിൻ്റെ വാക്യം അതിൻ്റെ 4-ാമത്തെ വാക്യം, നാം ദൈവത്തിന് ഫലം കായ്ക്കുമാറ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റാനായ വേറൊരുവനാകേണ്ടതിന് നിങ്ങളും ക്രിസ്തുവിൻ്റെ ശരീരം മുഖാന്തരം ന്യായപ്രമാണ സംബന്ധമായി മരിച്ചിരിക്കുന്നു എന്ന്. അപ്പോൾ ന്യായപ്രമാണ സംബന്ധമായി മരിച്ചിരിക്കുന്നു. ഇതിൻ്റെ ആദ്യ വാക്യം നമ്മൾ വായിക്കുന്നത്, ന്യായപ്രമാണം അറിയുന്നവരോടല്ലോ ഞാൻ സംസാരിക്കുന്നത്. അറിയുന്നവരോടാണ് ഞാൻ സംസാരിക്കുന്നത്, അറിയാത്തവരോടല്ല. അപ്പോൾ ന്യായപ്രമാണ സംബന്ധമായി നിങ്ങൾ ക്രിസ്തുവിലാകുന്നത് വഴി നിങ്ങൾ മരിച്ചിരിക്കുന്നു എന്നാണ്. ന്യായപ്രമാണ സംബന്ധമായി മരിച്ചിരിക്കുന്നു. നാം ജഡത്തിലായിരുന്നപ്പോൾ ന്യായപ്രമാണത്താൽ ഉളവായ പാപരാഗങ്ങൾ മരണത്തിന് ഫലം കായ്ക്കത്തക്കവണ്ണം നമ്മുടെ അവയവങ്ങളിൽ വ്യാപരിച്ചു പോന്നു. ഇപ്പോഴോ നമ്മെ പിടിച്ചടക്കിയിരുന്ന ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചിരിക്കുക കൊണ്ട് അക്ഷരത്തിൻ്റെ പഴക്കത്തിലല്ല, ആത്മാവിൻ്റെ പുതുക്കത്തിൽ തന്നെ സേവിക്കേണ്ടതിന് ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരായിരിക്കുന്നു. ഇതൊക്കെ ആ കാലത്ത് പറയാൻ പറ്റുന്നൊരു കാര്യമല്ല ജനത്തിനിടയ്ക്ക്. ഇസ്രായേലിൻ്റെ യഹൂദയിലെ ന്യായപ്രമാണത്തിൻ്റെ കീഴിൽ മോശയുടെ ന്യായപ്രമാണത്തെ എല്ലാ സ്ഥലത്തും മോശയുടെ ന്യായപ്രമാണം ഇങ്ങനെയാണ് പറയുന്നത്, മോശയുടെ ന്യായപ്രമാണം പ്രകാരം ഇങ്ങനെ ചെയ്യണം, ഇന്ന ശിക്ഷ കൊടുക്കണം. ഇതൊക്കെ എല്ലാ സ്ഥലത്തും മോശയുടെ ന്യായപ്രമാണത്തെ ഉയർത്തി ജീവിക്കുന്ന ഒരു ജനത്തിനിടയിലാണ് സംസാരിക്കുന്നത്. വളരെ സംഘർഷം, വളരെ എതിർപ്പുകൾ, അതിലുപരിയായിട്ട് ഇത് പറയാനുള്ള ധൈര്യം അത് കാണിച്ചിരിക്കുകയാണ് ഇവിടെ യേശുവും അതുപോലെ തന്നെ തുടർന്ന് പൗലോസ് അപ്പോസ്തലനും. അപ്പോൾ ഇത് പൗലോസ് അപ്പോസ്തലൻ മാത്രമല്ല, പത്രോസ് വേറെ സ്ഥലങ്ങൾ നമ്മൾ എത്തുമ്പോൾ പത്രോസും ഇതിനെ സംബന്ധിച്ച് യേശുവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാരും ഇതിനെ അനുകൂലിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ആ ഘട്ടത്തിൽ, ആ ഒരു കാലഘട്ടത്തിൽ ഇത് പറഞ്ഞ് ജനത്തെ സമ്മതിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ദുഷ്കരമായിരുന്നു. മാത്രമല്ല വലിയ എതിർപ്പുകൾ സമുദായത്തിൽ നിന്ന് വലിയ എതിർപ്പുകൾ ഉണ്ടാകുകയും തൻ്റെ ജീവൻ വരെ അപകടത്തിലാകുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നാം ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരായിരിക്കുന്നതാണ് 6-ാമത്തെ വാക്യത്തിൻ്റെ അവസാനത്തിൽ. എന്നാൽ 7-ൽ പൗലോസ് അപ്പോസ്തലൻ തന്നെ ചോദിക്കുന്നുണ്ട്, ന്യായപ്രമാണം പാപമെന്നാണോ? ഒരു നാളും വരുത്. എങ്കിലും ന്യായപ്രമാണത്തിലല്ലാതെ ഞാൻ പാപത്തെ അറിഞ്ഞില്ല. മോഹിക്കരുത് എന്ന് ന്യായപ്രമാണം പറയാതിരുന്നെങ്കിൽ ഞാൻ മോഹത്തെ അറിയുകയില്ലായിരുന്നു. പാപമോ അവസരം ലഭിച്ചിട്ട് കൽപ്പനയാൽ എന്നിൽ സകലവിധ മോഹത്തെയും ജനിപ്പിച്ചു. ന്യായപ്രമാണം കൂടാതെ പാപം നിർജ്ജീവമാണ്. അപ്പോൾ ന്യായപ്രമാണം ഉള്ളത് കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ പാപമാകും. ന്യായപ്രമാണം ഇല്ലെങ്കിൽ അതില്ല. ഞാൻ ഒരു കാലത്ത് ന്യായപ്രമാണം കൂടാതെ ജീവിച്ചിരുന്നു. എന്നാൽ കൽപ്പന വന്നപ്പോൾ, ഞാനെന്ന് പറഞ്ഞാൽ പഴയ തലമുറ, അബ്രഹാമും അടക്കമുള്ള തലമുറ ന്യായപ്രമാണം ഇല്ലാതെ ജീവിച്ചിരുന്നു. എന്നാൽ കൽപ്പന വന്നപ്പോൾ പാപം വീണ്ടും ജീവിക്കുകയും ഞാൻ മരിക്കുകയും ചെയ്തു. അപ്പം ഞാനെന്ന് പറഞ്ഞാലും ശരിയാവും. എൻ്റെ അറിവ് വരുന്ന സമയത്ത്, ഞാൻ ന്യായപ്രമാണത്തെക്കുറിച്ച് അറിയുന്ന കാലത്ത്, അതൊരു പ്രായപൂർത്തിയാകുന്ന സമയത്താണല്ലോ അങ്ങനെയൊക്കെ അറിയുക. 2 ആശയവും അതിനകത്തുണ്ട്. ന്യായപ്രമാണം ആത്മീയമെന്ന് ഞാൻ അറിയുന്നുവല്ലോ, 14-ാമത്തെ വാക്യം, നാം അറിയുന്നുവല്ലോ. അപ്പോൾ അതൊക്കെയാണ് ന്യായപ്രമാണത്തെ സംബന്ധിച്ച് പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ അത് നന്മ ചെയ്യാനുള്ള താല്പര്യം എനിക്കുണ്ട്, പ്രവർത്തിക്കുന്നില്ല. അത് ന്യായപ്രമാണം അറിഞ്ഞില്ലെങ്കിലും
ന്യായപ്രമാണം അറിയാത്ത ജാതികൾക്ക് അറിയാമല്ലോ. ന്യായപ്രമാണം അറിയാതെ ന്യായപ്രമാണത്തിലുള്ളത് സ്വന്തം ബുദ്ധിയാൽ ചെയ്യുമ്പോൾ എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ന്യായപ്രമാണത്തിൽ ആണെന്നറിയാതെ ചെയ്യുന്ന കാര്യങ്ങളിൽ പോലും ഇത് തെറ്റാണെന്ന് അവർ മനസ്സിലാക്കി അവർ അതിൽ ചെയ്യാൻ അവർ കഴിയുന്നില്ല. നന്മ ചെയ്യാനുള്ള താല്പര്യമുണ്ട്, പക്ഷേ പ്രവർത്തിക്കുന്നില്ല. ചെയ്യാൻ ആഗ്രഹിക്കാതെ ഈ തിന്മയാണ് നമ്മൾ പലരും ചെയ്യുന്നത്. അത് ആഗ്രഹത്തോടെ ചെയ്യുന്നതല്ല, പക്ഷേ നമ്മളെ കൊണ്ട് സാധിക്കും. നമ്മൾ ബലഹീനരായി അതിനെക്കൊണ്ട് നമ്മളെ കൊണ്ട് സാധിക്കുന്നു. അത് എന്നിൽ വസിക്കുന്ന പാപം അത്രയും അത് എന്നെക്കൊണ്ട് ചെയ്യിക്കുന്നതെന്നാണ്. ഞാൻ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു, എങ്കിലും എൻ്റെ ബുദ്ധിയുടെ വേറൊരു പ്രമാണത്തോട് ഞാൻ എൻ്റെ അവയവങ്ങളിൽ അത് കാണുന്നു എന്നാണ് പൗലോസ് എഴുതിയിരിക്കുന്നത്. എന്നിട്ട് അവിടെ പ്രത്യാശയ്ക്ക് ഉതകുന്നൊരു വാക്യം പറയുന്നത്, ഞാനോ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആറ് വിടുവിക്കും. അതാണ് അതിനുള്ള പ്രതിവിധിയാണ് അവിടെ 7:25 വായിക്കുന്നത്. നമ്മുടെ കർത്താവ് യേശുക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഞാൻ ബുദ്ധി കൊണ്ട് ദൈവത്തിൻ്റെ പ്രമാണത്തെയും ജഡം കൊണ്ട് പാപത്തിൻ്റെ പ്രമാണത്തെയും സേവിക്കുന്നു. അങ്ങനെ സേവിക്കുന്ന എനിക്ക് ഈ ശരീരത്തിൽ നിന്ന്, ഈ അരിഷ്ടനായ മനുഷ്യൻ എന്നെ ഈ ശരീരത്തിൽ നിന്ന് വിടുവിക്കുവാൻ എനിക്ക് യേശുക്രിസ്തുവിന് കഴിയും. അപ്പോൾ യേശുക്രിസ്തു ഇതൊക്കെയും ജയിച്ചവനായതുകൊണ്ട് ആ യേശുക്രിസ്തുവിൽ പിൻപറ്റുക വഴി, യേശുക്രിസ്തുവിനോടുകൂടെ ചേരുവാൻ സ്നാനമേറ്റ വഴി, യേശുക്രിസ്തുവിൻ്റെ ജനനത്തിലും മരണത്തിലും അടക്കത്തിലും ഉയർപ്പിലും താതാത്മ്യം പ്രാപിച്ചത് വഴി ഒരു ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ പോലെ അതേപോലെ ജീവിക്കുന്ന എനിക്ക് യേശുക്രിസ്തുവിൻ്റെ സ്വഭാവ വിശേഷണങ്ങളോടുകൂടി ജീവിക്കാൻ കഴിയും. അത് മാതൃകയാക്കി ജീവിക്കുക എന്നുള്ളതാണ് അതിനകത്തുള്ള പ്രധാന കാര്യം, വിശ്വാസത്തിൽ. എന്നിട്ട് 8-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പം, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. പ്രത്യേകം ആ വാക്യം ഇങ്ങനെ വായിക്കാൻ ശ്രദ്ധിക്കണം. ഇപ്പോൾ ക്രിസ്തുവിൽ ഉണ്ടായിരുന്നവർക്കെന്നല്ല, മറിച്ച് ക്രിസ്തുവിലുള്ളവർക്ക്. അതൊരു പ്രസൻറ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു വാക്യമാണ്. എന്നുവരെയും നമ്മൾ ക്രിസ്തുവേശുവിൽ ഉള്ളവരായി ജീവിക്കുമോ, അതായത് ജീവിതത്തിൻ്റെ അന്ത്യം വരെയും ക്രിസ്തുവേശുവിൽ ഉള്ളവരാണെങ്കിൽ, ഉണ്ടായിരുന്നവരെന്നല്ല, ക്രിസ്തുവേശുവിൽ ഉള്ളവരായി തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം നമ്മൾ ജീവിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. ഇന്ന് യേശുക്രിസ്തുവിൽ ജീവിക്കുന്നു, നമ്മൾ യേശുക്രിസ്തുവിനെ ഉപേക്ഷിച്ച് വേറെ ജീവിത രീതിയിലേക്ക് പോകുമ്പം ശിക്ഷാവിധി ഉണ്ട് എന്നാണ് നമ്മൾ വായിക്കുന്നത്. അതിന് ഞാൻ ഒരു കൃത്യമായ അതിനൊരു തെളിവ് അല്ലെങ്കിൽ ഉറപ്പ് തരാൻ കഴിയുന്നത് അതിൻ്റെ 10-ാമത്തെ വാക്യത്തിലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുന്നത് ക്രിസ്തുവേശുവിലുള്ളവർക്കെന്നാണ്. അപ്പോൾ ക്രിസ്തു നിങ്ങളിലുണ്ടെങ്കിലോ, 8:10 ഉണ്ടെങ്കിലോ, ശരീരം പാപനിമിത്തം മരിക്കേണ്ടതെങ്കിലും, ശ്രദ്ധിക്കണം, ക്രിസ്തു നിങ്ങളിലുണ്ടെങ്കിലോ, ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. അതുമായിട്ട് ചേർത്ത് വേണം, അത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഈ വാക്യം വായിക്കാൻ. ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ, ശരീരം പാപം നിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. ഇനിയുള്ള വാക്യമാണ് പ്രധാനം. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ഇപ്പോൾ ക്രിസ്തുവിലുള്ളവർക്ക്. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ എന്നുവരെ വസിക്കണം? ജീവിതാവസാനം വരെ വസിക്കണം. കുറേ നാൾ വസിച്ചിരുന്നു, പിന്നെ ക്രിസ്തുവിനെ ഉപേക്ഷിച്ചിട്ട് യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ വസിക്കാത്ത ഒരു സാഹചര്യമാണെങ്കിൽ, എങ്കിൽ യേശു ക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ, ഇത് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, യേശു ക്രിസ്തുവിനെ ദൈവം ഉയർപ്പിച്ചതാണെന്നുള്ളതിന് മറ്റൊരു തെളിവ് കൂടിയാണ് നമ്മളിവിടെ വായിക്കുന്നത്. യേശു ക്രിസ്തു സ്വയമായി ഉയർത്തെഴുന്നേറ്റതല്ല, ദൈവം ക്രിസ്തുവിനെ ഉയർപ്പിച്ചതാണ്. യേശു ക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട്, യേശുക്രിസ്തുവിൻ്റെ ആത്മാവെന്ന് പറയുമ്പോൾ അത് ദൈവത്തിൻ്റെ ആത്മാവ്, ഇവിടെ തൻ്റെ ആത്മാവെന്ന് പറയും ദൈവത്തിൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. നമ്മൾ യേശുക്രിസ്തുവിനോട് ചേരാൻ സ്നാനമേൽക്കുകയും യേശുക്രിസ്തുവിൻ്റെ മരണ അടക്ക ഉയിർപ്പുകൾക്ക് താതാത്മ്യം പ്രാപിക്കുകയും ചെയ്താണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ ക്രിസ്തു നമ്മളിലുണ്ടായി അന്ത്യത്തോളം നമ്മൾ നിൽക്കുമ്പോൾ യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ്, യേശുക്രിസ്തു 3 ദിവസം പോലും ഇരുന്നില്ല. 3 ദിവസം തികയുന്നതിന് മുമ്പ് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. അബ്രഹാം, ഇസാഖ്, യാക്കോബൊക്കെ എത്രയോ നൂറ്റാണ്ടുകളായിട്ട് മരിച്ച് ഇതുവരെ ഉയർപ്പ് കിട്ടാതിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് പേരുണ്ട്. നമ്മളും ഇനി എന്നാണോ മരിക്കുന്നതെന്ന് നമുക്കറിയില്ല. മരിച്ച് നമ്മളും എത്ര നാൾ മണ്ണിനടിയിൽ ഉണ്ടാകുമെന്നും അറിയില്ല. എന്നാൽ അതിനുശേഷം യേശുക്രിസ്തുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചതുപോലെ ദൈവം നമ്മളെയും ഉയർപ്പിക്കും. അവിടെയാണ് ക്രിസ്തുവിലുള്ളവർക്കൊരു ശിക്ഷാവിധി, ക്രിസ്തുവിൽ ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യത്തിന് അടിവരയിടുന്ന വാക്യങ്ങളായി നമുക്ക് ഈ 2 വാക്യങ്ങളെയും കാണാൻ കഴിയുക. എന്നിട്ട് അതിൻ്റെ
അതൊരു പ്രധാനപ്പെട്ട ഒരു വാക്യം. നമുക്ക് എപ്പോഴും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ധൈര്യവും ആശ്വാസവും പകരുന്ന, ധൈര്യം വേണം, അതുപോലെ ആശ്വാസം ലഭിക്കണം. അങ്ങനെ ഒരു വാക്യമാണ് നമുക്ക് അടുത്ത അതേ അധ്യായത്തിൽ തന്നെ നമുക്ക് നോക്കാനുള്ളത്. അത് അതിൻ്റെ 28-ാമത്തെ വാക്യമാണ്, 8:28. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നമുക്ക് കഷ്ടം വരും. അപ്പം നമ്മൾ കഷ്ടത്തെക്കുറിച്ച് ശപിക്കുകയും പരിതപിക്കുകയും ദൈവം എനിക്കിങ്ങനെ വരുത്തിയത് എന്നൊക്കെയും ചിന്തിക്കുന്ന സാഹചര്യങ്ങൾ വരും. അപ്പം നന്മ വന്നാലും തിന്മ വന്നാലും കഷ്ടം വന്നാലും സന്തോഷം വന്നാലും എല്ലാം നമുക്ക് നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നതാണ്. രണ്ട് കാര്യങ്ങൾ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് എന്ന് പറഞ്ഞാൽ അതാരാണ്? നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർ. അവർക്ക് തന്നെ സകലവും നന്മയ്ക്ക്, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാം, നന്മയും തിന്മയും നല്ലതും ചീത്തയും എല്ലാം തിന്മയ്ക്ക് സംഭവിക്കുന്നതുകൊണ്ട്, എന്നാൽ അതെല്ലാം നന്മയ്ക്കായി കൂടിയിട്ടാണ്. അതെല്ലാം നന്മയ്ക്കായിട്ടാണ് നമുക്ക് ജീവിതത്തിൽ അതൊക്കെ സംഭവിക്കുന്നതെന്നാണ് നമ്മൾ വായിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ തൊട്ടാഴെ 29-ാമത്തെ വാക്യം, അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തിരസ്കരിച്ചും ഇരിക്കുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അത് നമ്മൾ ചിന്തിക്കേണ്ടത്, അവിടെ ചില ഘട്ടങ്ങളുണ്ട്. ആ ഘട്ടങ്ങളെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ, അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നതാണ്. അപ്പം മുൻ നിയമിച്ചു കഴിഞ്ഞാൽ ദൈവം ആരൊക്കെയാണോ ദൈവരാജ്യത്തിൽ ഉണ്ടാകുക, അല്ലെങ്കിൽ അനുഗ്രഹിക്കുവാനുള്ളവരാരാണ്, രക്ഷയിലേക്ക് വരുവാനുള്ളവരാണ് ആരൊക്കെയാണെന്ന് ദൈവം മുൻ നിയമിച്ചിരിക്കുന്നു എന്നാണ്. അപ്പോൾ ദൈവം മുൻ നിയമിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അതിനകത്തൊരു റോളുമില്ല, അല്ലേ? ശരിയല്ലേ? ദൈവം നിയമിച്ചിട്ടുണ്ട്, ആരൊക്കെയാണെന്ന് ദൈവം നിയമിച്ചിട്ടുണ്ട്. ദൈവം നിയമനം കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ദൈവം നിയമനം കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ പ്രവൃത്തികൾക്കോ നമ്മുടെ ചിന്തകൾക്കോ നമ്മുടെ വിശ്വാസത്തിനോ ഒരു സ്ഥാനവുമില്ല. അതിൻ്റെ ഒരു ക്ലാരിറ്റിയാണ് തൊട്ടടുത്ത വാക്യത്തിൽ നമ്മൾ കാണുന്നത്. ഇത് ഒരിക്കലും ഈ മുൻ നിയമനം ദൈവം അങ്ങ് നിയമിക്കുകയല്ല, മറിച്ച് അത് ദൈവത്തിൻ്റെ മുന്നറിവാണ്. അതാണ് നമ്മളിവിടെ 29 വായിക്കുന്നത്. അവൻ മുന്നറിഞ്ഞവരെ. അപ്പോൾ ദൈവം മുൻ നിയമിക്കുന്നു എന്ന് നമ്മൾ പറയുമ്പം മുൻ നിയമിക്കുന്നത് ആരെയാണ്? അതിന് മുമ്പുള്ളൊരു കാര്യമുണ്ട്. ആ മുൻ നിയമിക്കുന്ന ആളുകളെ ദൈവം മുന്നേ അറിയുന്നു. ഇന്ന് ദൈവത്തിന് ആദ്യം മുതലുള്ള കാര്യവും ഇന്ന് നടക്കുന്ന കാര്യവും വരാനിരിക്കുന്ന കാര്യങ്ങളുടെ അവസാനവും ദൈവം കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ഒരേ പിക്ചറിൽ തന്നെ, ഒരേ സ്ക്രീനിൽ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഏത് കാര്യങ്ങൾ വരെ അറിയാം? ഇപ്പോൾ വരെയുള്ള കാര്യങ്ങൾ വരെ അറിയാം എന്ന് നമ്മൾ പറയുമ്പോഴും ഇപ്പോൾ വരെയുള്ള കാര്യങ്ങൾ പൂർണ്ണമായി നമ്മുടെ ജീവിതത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ നമുക്കെല്ലാം അറിയില്ല. മറവിയുടെ പുറകിലാണ്. വളരെ ചുരുക്കം കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ഓർമ്മയുള്ളത്. എന്നാൽ ദൈവത്തിന് ദൈവത്തിന് മുമ്പിൽ ഇതെല്ലാം അവസാനം വരെ നടക്കുന്ന കാര്യങ്ങളും ദൈവത്തിന് വളരെ ക്രിസ്റ്റൽ ക്ലിയർ പിക്ചറിൽ കാണുന്ന പോലെ ദൈവത്തിന് കാണാം. അതുകൊണ്ടാണ് ദൈവരാജ്യത്തിൽ നിന്ന് ആരൊക്കെ ഉണ്ടാകും എന്നുള്ള കാര്യം ദൈവത്തിന് അറിയാം. അങ്ങനെ മുന്നറിഞ്ഞവരെ വിളിച്ചും, അവിടെ എഴുതിയിരിക്കുന്ന അതാണ് അതിൻ്റെ പ്രോസസ്സ്. അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തിരസ്കരിച്ചും ഇരിക്കുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിത് അറിയുകയും ഞാനിത് പഠിക്കുകയും അത് പഠിച്ച് അതിൽ തന്നെ നിൽക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് പോലെ താങ്കളും ഇത് അറിയുകയും അറിഞ്ഞ് മുന്നോട്ട് പോവുകയും ചെയ്യുന്നൊരു പ്രോസസ്സാണ് വിളിക്കപ്പെടുകയും നീതീകരിക്കപ്പെടുകയും ചെയ്യുക. എന്നെ ആയാലും എന്നെ കേൾക്കുന്ന താങ്കളെ ആയാലും ദൈവം വിളിച്ചിരിക്കുന്നു. വിളിച്ച് നീതീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ രണ്ട് പ്രോസസ്സാണ് ഇപ്പോൾ നടക്കുന്നത്, വിളിയും നീതീകരണവും. അപ്പോൾ ഈ പ്രോസസ്സിൻ്റെ ശേഷം യേശുക്രിസ്തു തിരസ്കരിക്കപ്പെട്ടതുപോലെ നമ്മൾ ഓരോരുത്തരും തിരസ്കരിക്കപ്പെടുമ്പോഴാണ് ഇതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്തുക. അപ്പോൾ അതുവരെയും നടക്കുന്ന പ്രോസസ്സാണ് ഈ ദൈവം
പലരിലൂടെയും പലരെയും വിളിക്കുന്നുണ്ട്, വിളിച്ച് അവരോട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. സത്യത്തെക്കുറിച്ചും വാഗ്ദത്തത്തെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും ക്രിസ്തുവിനെക്കുറിച്ചും ഒക്കെ അവരോട് അറിയിക്കുന്നുണ്ട്. ചിലർ വിശ്വസിക്കുന്നുണ്ട്, ചിലർ വിശ്വസിക്കുന്നില്ല. വിശ്വസിക്കുന്നവരെ അല്ലെങ്കിൽ ഇത് ഏറ്റെടുക്കുന്നവരെ നീതീകരിക്കുന്ന പ്രോസസ്സിങ് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ കാലഘട്ടം ആ പ്രോസസ്സാണ്. വിളിക്കുന്നു, നീതീകരിക്കുന്നു, വിളിക്കുന്നു, നീതീകരിക്കുന്നു. ഈ പ്രോസസ്സാണ് ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പരിചയമുള്ള മറ്റ് വിശ്വാസികൾക്കായാലും എല്ലാവർക്കും നടക്കുന്ന പ്രോസസ്സാണിത്. അത് എവിടേക്കാണ് കൊണ്ടെത്തിക്കുന്നതെന്ന് ചോദിച്ചാൽ, യേശുക്രിസ്തു തേജസ്കരിക്കപ്പെട്ട് ഇന്ന് ജീവിച്ചിരിക്കുന്നത് പോലെ എന്നും എന്നേക്കും ജീവിച്ചിരിക്കാനുള്ള, തേജസ്കരിക്കപ്പെടുക ഒരു കാലത്തിലേക്കാണ് നമ്മൾ എത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് വാക്യം. അപ്പോൾ ഈ വാക്യങ്ങളൊക്കെ നമുക്ക് വളരെ ആശ്വാസം തരും. വെറുതെ അല്ല ഞാൻ ഈ ദൈവത്തെ പിൻപറ്റുന്നത്. നമുക്ക് ഇന്ന് ഈ ഭൂമിയിൽ വസ്തുവകകൾ നേടുവാനോ അല്ലെങ്കിൽ വലിയ കാറുണ്ടാകുവാനോ, ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുവാനോ, കുഞ്ഞുങ്ങൾക്ക് നല്ല ജോലി ലഭിക്കുവാനോ, നല്ല വിവാഹ ബന്ധങ്ങൾ ഉണ്ടാകുവാനോ, നമ്മുടെ പൂർണ്ണമായ ആരോഗ്യത്തിനോ ഒന്നും മാത്രമല്ല, അല്ലെങ്കിൽ അല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ എല്ലാ ജാതികൾക്കും, എല്ലാ കല്ലിനെ മണ്ണിനെ ആരാധിക്കുന്നവർക്കും, ദൈവവിശ്വാസമില്ല എന്ന് പറയുന്ന നിരീശ്വരവാദികൾക്കും ഇതൊക്കെ സാധിക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ പുറം ലോകം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമ്മുടെ ചുറ്റുമുള്ള ലോകത്തേക്ക് നോക്കിയാൽ മതി. ഇത് ബൈബിൾ എടുത്തത് കൊണ്ടോ ഈ ദൈവത്തെ വിളിച്ചത് കൊണ്ടോ ഒന്നുമല്ല അത് സംഭവിക്കുന്നത്. എല്ലാ ജാതികൾക്കും അത് സംഭവിക്കുന്നതാണ്. ഈ ഭൗതിക സാഹചര്യങ്ങൾ അവർ അധ്വാനിച്ചാൽ അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും. റിസൾട്ട് ഉണ്ടാവും. ഉപ്പ് കഴിച്ചാൽ വെള്ളം കുടിക്കുമെന്ന് പറയുന്നത് പോലെ, കുറേ നമ്മൾ ശാരീരികമായ അധ്വാനം ഉണ്ടാക്കി നമ്മൾ വേർക്കുമെന്ന് പറയുന്നത് പോലെ, ഒന്ന് ശരീരത്തിൽ എവിടെയെങ്കിലും മുറിവ് വന്നാൽ രക്തം പുറത്തേക്ക് വരുമെന്ന് പറയുന്ന പോലെ, ഇതൊക്കെ എല്ലാവർക്കും സംഭവിക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ ബൈബിളിൽ മാത്രമുള്ള ഒരിക്കൽ കൂടി പറയട്ടെ, ബൈബിളിൽ മാത്രമുള്ള ഒരു പുസ്തകങ്ങളിലും കാണാത്ത ഒരു പ്രത്യേകത, ഒരു കാര്യം ദൈവം മനുഷ്യനോട് പറയുന്നുണ്ട്. ആ കാര്യമാണ് നമ്മളിവിടെ വായിക്കുന്നത്. ലോകത്തെ ബൈബിൾ കൊണ്ടു നടക്കുന്ന എല്ലാവരും ഈ കാര്യം അറിയുകയോ പറയുകയോ ചെയ്യുന്നില്ല. അവരൊക്കെയും ഭൗതികമായ സാഹചര്യങ്ങളിൽ നിങ്ങളുടെ കഷ്ടം ദൈവം മാറ്റും, നിങ്ങളുടെ രോഗം നിങ്ങൾ സൗഖ്യമാക്കും, നിങ്ങൾക്ക് സമ്പത്ത് തരും എന്ന് പറയുന്ന കാര്യത്തിലായിരിക്കും അവർ ഊന്നൽ കൊടുക്കുക. അവർ ഊന്നൽ കൊടുക്കേണ്ടത് ഈ കാര്യത്തിലാണ്. സമ്പത്തും ആരോഗ്യവും മറ്റു കാര്യങ്ങളുമൊക്കെ ബൈബിൾ വിശ്വസിക്കുന്നവർക്ക് മാത്രമുള്ളതല്ല, എല്ലാവർക്കും ദൈവം വെച്ചിട്ടുള്ളതാണ്. ദൈവം നല്ലവൻ്റെ മേലിൽ മാത്രമല്ല, ദുഷ്ടൻ്റെ മേലും മഴ പെയ്യിക്കുന്ന ദൈവമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിനെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കുകയും ഈ ബൈബിളിൽ മാത്രം കാണുന്ന ഈ ഒരു സത്യത്തിൻ്റെ പുറകെ നമ്മൾ അന്വേഷിക്കുകയും അത് കൂടുതലായി ഗ്രഹിക്കുകയും അതിനായി ജീവിക്കുകയും ചെയ്യുമ്പോൾ ആശ്വാസകരമായ, സുഖകരമായ, സന്തോഷപൂർണ്ണമായ ഒരു ജീവിതം നമുക്ക് ഈ ഭൂമിയിൽ ജീവിച്ചു തീർക്കാൻ കഴിയും എന്ന് പ്രത്യേകമായി അടിവരയിട്ട് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ സെഷൻ അവസാനിപ്പിക്കുകയാണ്. ഇത് കേൾക്കുന്ന ഓരോരുത്തരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ, വചനത്തിൻ്റെ ഉറപ്പിൽ നിർത്തട്ടെ. ക്രിസ്തുവിലുള്ളവനായി മരിക്കുന്നവരെ ക്രിസ്തുവിൽ ഉണ്ടായിരിക്കുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.